അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എജുപീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് BA അഫ്ളലുൽ ഉലമയുടെ ഒന്നാം സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ സ്റ്റഡീസ് ഇൻ അറബിക് ഗ്രാമർ എന്ന പേപ്പറിന്റെ MCQ വീഡിയോ ആണ്. കഴിഞ്ഞൊരു വീഡിയോയിൽ ഫിഖ് ലിറ്ററേച്ചറിന്റെ MCQ കൂടെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് കമൻറ്റ് ബോക്സിൽ നിന്നോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നോ ഒക്കെ അതിൻ്റെ ലിങ്ക് കണ്ടെത്താവുന്നതാണ്. നമുക്ക് ഇതിൻ്റെ ചോദ്യങ്ങളിലേക്ക് നോക്കാം. ആദ്യം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അയ്യു മിമ്മ യലി മിനൽ മർഫുആത്തി, താഴെ കൊടുത്തതിൽ റഫ് നൽകപ്പെടുന്ന കാര്യങ്ങൾ ഏതാണുള്ളത്? അപ്പോൾ താഴെ കൊടുത്തതിൽ നിന്ന് നമുക്ക് നോക്കിയാൽ കാണാം ഡി എന്ന് പറയുന്നതാണ് അതിലെ ശരി ഉത്തരം. അഥവാ ഇസ്മുൻ യദുല്ലു അലാ മൻ ഫഅലൽ ഫിഅല ഔ ഖാമ ബിഹി അൽ ഫിഅലു, ഒരു പ്രവൃത്തി ചെയ്തയാളുടെ മേൽ അറിയിക്കുന്ന ഇസ്മു, അഥവാ അതിനാണ് നമ്മൾ ഫായിൽ എന്ന് പറയാം. അപ്പോൾ മർഫു ആയ സംഗതി താഴെ പറയുന്ന 4 കാര്യങ്ങളിൽ ഫായിലാണ്. ഡി ആണ് ശരി ഉത്തരം. ഓക്കെ, രണ്ടാമത്തേത് കന്ന, അതിന്റെ ബാക്കിയുള്ളതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അവിടെ അങ്ങനെ വരുമ്പോൾ കാന്നക്ക് ഒരു ഇസ്മും ഒരു ഖബറും ആണല്ലോ ഉണ്ടാവുക. ഇന്ന വാഖവാത്തിൽപ്പെട്ടതാണ് കാന്നയും. അപ്പൊ അതിന്റെ ഇസ്മിനിക്ക് നസ്ബും ഖബറിന് റഫും അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പൊ അതിൽ ശരി ഉത്തരം ബി ആണ്. കാന്നൽ മുമരിലത്തൈനി മലക്കാനി എന്ന് പറയുന്നതാണ് ശരി. അങ്ങനെ രണ്ടും എന്താണ്, പിന്നെ മുസന്നയാണ്. മുസന്നയാകുമ്പോൾ നമ്മൾ അറിയാം, നമുക്ക് നസ്ബ് കിട്ടുന്നത് യാനൂന് ആ രൂപത്തിലാണ് ഉണ്ടാവുക. റഫ് കിട്ടൽ അലിഫുനൂനും ഉണ്ട്. അപ്പോ കാന്നൽ മുമരിലത്തൈനി മലക്കാനി, അങ്ങനെയാണ് അതിന്റെ ഉത്തരം, ശരി ഉത്തരം വരിക. മൂന്നാമത്തേത് അസ്ബഹ ഡാഷ് ബിത്തവീരി തഅലീമി. അപ്പൊ അതിന്റെ അർത്ഥം വരുന്നത് ഇന്ത്യക്കാർ അവര് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ വികസിപ്പിക്കുന്നതുമായി ആയിത്തീർന്നു എന്നാണ് അതിന്റെ അർത്ഥം വരിക. അസ്ബഹ, അപ്പൊ അതിന്റെ ശരി ഉത്തരം അസ്ബൽ ഹിന്ദിയൂന മുൻഷഗലീന ബിത്തവീരി തഅലീമി, എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് അതിൽ വ്യാപൃതരായിരിക്കുന്നു ഇന്ത്യക്കാർ എന്നാണ്. അപ്പൊ അതിന്റെ ശരി ഉത്തരം അങ്ങനെയാണ് വരുന്നത്. കാരണം ഈ അസ്ബഹ എന്ന് പറയുന്നത് അത് കാനാവാഹവാത്തിൽ പെട്ടതാണ്. അപ്പോൾ അതിന്റെ ഇറാബ് ഇസ്മിനിക്ക് റഫും ഖബറിൻ നസ്ബും അങ്ങനെ ആ രൂപത്തിലാണ് ഉണ്ടാവുക. കാനല്ലാഹു ഗഫൂറൻ എന്ന് പറയുന്ന ആയത്ത് ഓർത്ത് വെച്ചാൽ മതി. എന്നതുപോലെ ഇവിടെ ഇപ്പോ ഒരു പ്രശ്നമുള്ള എന്താന്ന് വെച്ചാല് ഇവിടെ ജമ്മു മുദക്കർ സാലിമാണ് വന്നിട്ടുള്ളത്, ഹിന്ദിയൂൻ. ജമ്മു മുദക്കർ സാലിമിന് റഫ് കിട്ടുന്നത് അതിന് വാവ് കൊണ്ടാണല്ലോ റഫ് ഉണ്ടാവുക. നസ്ബ് കിട്ടുന്നത് യാവു നൂന് കൊണ്ടും. അതാണ് അൽ ഹിന്ദിയൂന മുൻഷഗലീന അങ്ങനെ വരാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെക്കാം. ഇനി അടുത്തൊരു പോയിന്റ്, നാലാമത്തത് അൽ മുഅ്മിനു യഖ്ഷ യൗമൽ ഖിയാമ അളറ അഖു മുഹമ്മദിൻ യൗമൽ ജുമുഅത്തി ഖാബൽതുഹു ദാത്ത യൗമിൻ. അപ്പോൾ ഇഖ്തർ അൽ ഇഅറാബ സ്വഹീഹ ലികലിമത്തി യൗം ഫിൽ അംസിലത്തി സാബിഖത്തി അല തർതീബ് മിമ്മാ യലി. അപ്പോൾ ഇത് 3 സെന്റൻസാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഒന്നാമത്തെ സെന്റൻസിന്റെ അർത്ഥം ഒരു വിശ്വാസി ഖിയാമത്ത് നാളിനെ ഭയപ്പെടുന്നു. രണ്ടാമത്തേത് മുഹമ്മദിന്റെ സഹോദരൻ വെള്ളിയാഴ്ച ദിവസം ഹാജരായി, ഞാൻ ഒരു ദിവസം അയാളെ കണ്ടുമുട്ടി. ഇതൊക്കെയാണ് ഇതിന്റെ അർത്ഥം വരുന്നത്. അപ്പൊ ഇവിടെ മുകളിൽ കൊടുത്ത ഉദാഹരണത്തിൽ നിന്ന് യൗമ് എന്നുള്ളതിന്റെ ഇറാബ് ശരിയായ ഓർഡർ പ്രകാരം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ നാലാമത്തെ ക്വസ്റ്റ്യനിൽ ഇതിന്റെ ശരി ഉത്തരം വരുന്നത് മഫൂൽ ബിഹി ദർഫുസ് സമാന് മുളാഫ് ഇലൈഹി ഈ രൂപത്തിലാണ്. കാരണം അൽ മുഅ്മിനു യഖ്ഷ യൗമൻ ഖിയാമത്തി എന്ന് പറയുന്ന ഉദാഹരണത്തിൽ യൗമ് എന്നുള്ളത് പിന്നെ മഫൂലിന്റെ സ്ഥാനത്തായിട്ട് വരുന്നത്. കാരണം വിശ്വാസം എന്താകുന്നു, ഖിയാമത്ത് നാളിനെ ഭയപ്പെടുന്നു. അപ്പൊ അത് മഫൂലിന്റെ സ്ഥാനത്താണല്ലോ. പിന്നെ രണ്ടാമത്തെ ഉദാഹരണം അലറ അഹു മുഹമ്മദിൻ യൗമൽ ജുമുഅത്തി. അപ്പൊ യൗമുൽ ജുമുഅത്ത് തന്നെ അവിടെ ലർഫിന്റെ സ്ഥാനത്താണ് വരുന്നത്. വെള്ളിയാഴ്ച മുഹമ്മദിന്റെ സഹോദരൻ ഹാജരായി. പിന്നെ ലാസ്റ്റത്ത് ദാത്ത യൗമിൻ എന്നടുത്ത് ദാത്തിന്റെ മേലില് ദാത്തിലേക്ക് ദാത്താണ് യൗമിന്. അപ്പൊ മുളാഫിലഹിയാണ് യൗമ്. അപ്പൊ അങ്ങനെ അതാണ് അതിന്റെ ശരി ഉത്തരം. മഫൂൽ ബിഹി ലർഫു സമാന് മുളാഫിലഹി, ഇങ്ങനെയാണ് അതിന്റെ ശരിയായ ഓർഡർ.
ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോവാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, അജബനി ഫിൽ ഹദീഖത്തി സഹ്റത്തൈനി ജമീലത്തൈനി എന്ന് പറയുന്നതാണ് ഇതിന്റെ ശരിയായ ഉത്തരം എന്നാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ആറാമത്തത്, ഹദ്ദിദ് അൽ ജുംലത്ത ഗൈറൽ മുഅക്കദത്തി മാ യലി. താഴെ കൊടുത്തതിൽ നിന്ന് മുഅക്കദത്തല്ലാത്ത ജുംലയെ എന്താക്കാൻ, തിരഞ്ഞെടുക്കാൻ. അപ്പൊ ഇസ്തറൈത്തുൽ ജഹാസ ഐനഹു എന്ന് പറഞ്ഞിടത്തൊക്കെ തേക്കിയതുണ്ട്. ഞാൻ എന്ത് ചെയ്തു? ആ ഉപകരണം ഞാൻ വാങ്ങി. ഐനഹു, അതേ ഉപകരണം തന്നെ, അതന്നെ വാങ്ങിയത്. അപ്പൊ അവിടെ തേക്കിയതുണ്ടല്ലോ. പിന്നെ അതുപോലെ അടുത്ത സി എടുക്കുകയാണെങ്കിൽ അതിലും അങ്ങനെ കാണാം, തേക്കിയതുള്ളതായിട്ട് കാണാം. റൈത്തു മുഹമ്മദ്, മുഹമ്മദിനെ ഞാൻ കണ്ടു. നഫ്സഹു, അവനെ തന്നെ ഞാൻ കണ്ടത്. ഖറഅതു കുല്ലൽ കിതാബി, പുസ്തകം അത് മുഴുവൻ ഞാൻ വായിച്ചു. അതിലൊക്കെ ഒരു തേക്കീത് വരുന്നുണ്ട്. അതിൽ തേക്കീത് ഇല്ലാത്തത് ഈ ഒരു ജുംല മാത്രമാണ്. അതാണ് അതിന്റെ ശരി ഉത്തരം. പിന്നെ അടുത്തത്, ഇഖ്തർ ഫിഅലൻ അജ്വഫ മിനൽ ആത്തിയത്തി. താഴെ കൊടുത്തതിൽ നിന്ന് അജ്വഫായ ഫീലിനെ സെലക്ട് ചെയ്യുക. അപ്പൊ അതിലെ ശരി ഉത്തരം അവിടെ കണ്ടല്ലോ. നടുവിലെ പിന്നെ അജ്വഫ് എന്ന് പറഞ്ഞാൽ നടുവിലെ അക്ഷരം ഇല്ലത്തിന്റെ അക്ഷരമായി വരുന്നതിനാണല്ലോ അജ്വഫ് എന്ന് പറയാം. അപ്പൊ അത് ഈ നാമ എന്ന് പറയുന്ന ഫീല് മാത്രമാണ്. ബാക്കിയുള്ളതിലൊന്നും അങ്ങനെ നടുവിലെ ഫീല് ഇല്ലത്തിന്റെ അക്ഷരമായി വന്നത് കാണുന്നില്ല. അപ്പൊ നാമ എന്നുള്ളതാണ് ശരി ഉത്തരം. പിന്നെ അടുത്തത്, ഇഖ്തർ അൽ ജുംലത്ത അൽ ഫീലിയത്ത യകൂനുൽ ഫീലു ബിഹ മിസാലൻ. അപ്പൊ എന്ത് ചെയ്യണം? ഒരു ഫീല് ഇതിൽ താഴെ കൊടുത്ത ഫീലിയായ ജുംലയിൽ നിന്ന് ഒരു ഫീലിനെ സെലക്ട് ചെയ്യണം. ആ ഫീല് മിസാലായിരിക്കണം. മിസാൽ എന്ന് പറഞ്ഞാൽ ഈ ഫാഫീൽ ഇല്ലത്തിന്റെ അക്ഷരമായിട്ട് വരുന്നതിനാണ് മിസാൽ എന്ന് പറയാം. അപ്പൊ ഈ കൂട്ടത്തിൽ കുറെ ഫീലുകൾ കാണുന്നുണ്ടല്ലോ. അവിടെ നാല എന്നുണ്ട്, റളീത്തു എന്നുണ്ട്, നവൈത്തു എന്നുണ്ട്. പക്ഷെ ഇതിലൊന്നും സ്റ്റാർട്ടിങ്ങിൽ ഇല്ലത്തിന്റെ അക്ഷരമില്ല. അപ്പൊ ഇത് തന്നെയാണ് അതിന്റെ ശരി ഉത്തരം. വഹബ എന്ന് പറയുന്ന ഫീല്, വഹബനി അബി ഹദിയത്തൻ, എന്റെ വാപ്പ എനിക്ക് എന്ത് ചെയ്തു? ഒരു ഹദിയ നൽകി. അപ്പൊ അവിടെ വഹബ എന്ന് പറയുന്ന ഫീലില് സ്റ്റാർട്ടിങ്ങിൽ ഇല്ലത്തിന്റെ അക്ഷരമുണ്ട്. അപ്പൊ അത് മിസാലിന്റെ ഉദാഹരണമാണ്. അപ്പൊ അതാണ് ശരി ഉത്തരം. ഒമ്പതാമത്തേത്, ഹദ്ദീദ് അൽ ജുംലത്ത് അൽ ഫീലിയ തസ്തമിലു അലൽ ഫീൽ മഹ്മൂസി. മഹ്മൂസായ ഫീലിന്റെ മേൽ ഉൾക്കൊള്ളുന്ന ഒരു ഫീലിയായ ജുംലയെ നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോ മഹ്മൂസ് പറഞ്ഞാല് ഹംസ വരുന്ന അസ്ലിയ അക്ഷരങ്ങളിൽ ഹംസ വരുന്ന ഫീലുകൾക്കാണ് മഹ്മൂസ് എന്ന് പറയാം. തുടക്കത്തിലോ നടുവിലോ അവസാനം എവിടെയാവാം. അപ്പൊ അതിന്റെ ശരി ഉത്തരം ഏതാണ്? ശരി ഉത്തരം ഡി ആണ്. കാരണം നഷ എന്ന് പറഞ്ഞിടത്ത് അതിന്റെ അവസാന ഭാഗത്ത് ഹംസ കാണുന്നുണ്ട്. ഓക്കെ, പത്താമത്തെ, ദറസ്തു ഫി. അവിടെ ശരി ഉത്തരം ഏതാണ്? സലാസി മദാരിസ് എന്ന് പറയുന്നതാണ് ശരി. കാരണം മുമ്പ് നിങ്ങൾ അതദ് മഅദൂദിന്റെ നിയമങ്ങൾ പറഞ്ഞെടുത്ത് പഠിച്ചിട്ടുണ്ടാവും. 3 മുതൽ 9 വരെയുള്ളത് നിരന്തരം ആവർത്തിച്ച് വരുന്നുണ്ട്. ഈ ഒരു പോയിന്റ് മനസ്സിലാക്കി വെച്ചാൽ, ഇപ്പൊ നിലവിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3ഓളം ക്വസ്റ്റ്യൻസ് ഇതുമായി ബന്ധപ്പെട്ട് MCQയിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ അത് ഈ കായിക പഠിച്ചു വെച്ചാൽ മതി. 3 മുതൽ 9 വരെയുള്ള എണ്ണങ്ങൾ വരുന്നിടത്ത് അതതും മഅദൂദും മുദക്കർ മുഅന്നസിന്റെ വിഷയത്തിൽ നേരെ ഓപ്പോസിറ്റ് ആണ് വരിക. എന്ന് വെച്ചാല് മഅദൂദ് മുഅന്നസ് ആണെങ്കിൽ അതതിനെ പറയുന്നിടത്ത് അത് മുദക്കറായിരിക്കും. നേരെ തിരിച്ചും. അപ്പൊ ഇവിടെ നോക്കൂ നിങ്ങള്, ഇവിടെ ഇപ്പോ പിന്നെ നമ്മള് അതത് ഇവിടെ സലാസ് എന്നുള്ള വരുന്നത്, മഅദൂദ് മദ്രസ എന്ന് പറയുന്നതിന്റെ ജമ്മായ മദാരിസ് എന്നുമാണ്. മദ്രസ എന്ന് പറഞ്ഞാൽ മുഅന്നസ് ആണല്ലോ. അപ്പോ ഈ അതത് എന്തായിരിക്കണം? മുദക്കറായിരിക്കണം. അതുകൊണ്ട് അവിടെ എന്ത് പറഞ്ഞത്? സലാസു മദാരിസ് എന്ന് പറയാൻ കാരണം മദ്രസ മുഅന്നസാണ്, എന്റെ ജമ്മുള്ള മദാരിസ്. അപ്പൊ സലാസു മദാരിസ് എന്നുള്ളതാണ് ശരി ഉത്തരം. ഓക്കെ, ഇനി അടുത്തത് 11, യതനാവലുൽ അൽഫിയത്തുൽ ഇബ്നു മാലിക് മൗളൂഉൻ നഹ്വി. ഇബ്നു മാലിക് തങ്ങളുടെ അൽഫിയ എന്ന് പറയുന്ന വിഷയം അതിൽ ഉൾക്കൊള്ളുന്നത് നെഹ്വ് ആകുന്നു. നെഹ്വിനാണല്ലോ, താരിഖോ മറ്റൊന്നും അല്ല, തിബ്ബൊന്നും അല്ല. പിന്നെ 12, കെദിറൻ ഫി ലാ തസ്റബിൽ മാ കെദിറൻ എന്ന് പറയുന്ന ഉദാഹരണത്തിലെ കെദിർ എന്ന് പറയുന്നത് ഏതാണ്? അപ്പൊ അത് ഹാൽ തന്നെയാണ്. കാരണം വെള്ളം നിങ്ങൾ കുടിക്കരുത്, അത് കലങ്ങിയതായ അവസ്ഥയിൽ എന്നാണ് പറയുന്നത്. അപ്പൊ ഹാലാണ് അതിന്റെ ശരി ഉത്തരം. ഓക്കെ, ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ. 13ാമത്തെ ക്വസ്റ്റ്യൻ, യുസമ്മ അൽ ഫിഉൽ ലദി യസ്തമിലു അലാ ഹർഫൈ ഇല്ലത്തിൻ ഫി അവ്വലിഹി വആഖിരിഹി. തുടക്കത്തിലും അവസാനത്തിലും ഇല്ലത്തിന്റെ അക്ഷരം വരുന്ന ഫീലുകൾക്ക് എന്താണ് പറയുക? അത് ലഫീഫ് മഫ്റൂഖ് എന്നാണ് പറയുക. ഉദാഹരണം പറഞ്ഞാല് വഖാ എന്ന് പറയുന്ന ഫീൽ എടുത്ത് വെക്കാൻ മതി. വഖാ എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ വാവുണ്ട്, നടുവിൽ കാഫുണ്ട്, അവസാനം യാ ഉണ്ട്. ഇത് രണ്ടും ഇല്ലത്തിന്റെ അക്ഷരമാണല്ലോ.
ഇങ്ങനെയുള്ളതിനാണ് ലഫീഫ് മഫ്റൂഖ് എന്ന് പറയുക. അപ്പൊ അതാണ് അതിന്റെ ശരി ഉത്തരം. 14-ാമത്തേത് യുസമ്മ അൽ ഫിഉലുൽ ലദി യസ്തമിലു അലാ ഹർഫി ഇല്ലത്തിൻ ഫി ആഖിരിഹി. ഇല്ലത്തിന്റെ അക്ഷരം അവസാനത്തെ അക്ഷരത്തിൽ വരുന്ന തരത്തിലുള്ള ഫീലുകൾക്ക് ആണ് ഇതിൽ നാഖിസ് എന്ന് പറയുക. അത് തന്നെയാണ് അതിന്റെ ശരി ഉത്തരം. ഇതിൽ നാഖിസ് എന്നാണ് അതിന് പറയാ. പിന്നെ ഈ വേറൊരു ഉദാഹരണം അൽ ഫിഉൽ ഹുവല്ലദി യബ്ദഉ ബി ഹർഫി ഇല്ലത്തിൻ. ഇല്ലത്തിന്റെ അക്ഷരം കൊണ്ട് തുടങ്ങുന്ന, അതായത് ഒന്നാമത്തെ അക്ഷരം തന്നെ ഇല്ലത്തിന്റെ അക്ഷരമാണെങ്കിൽ അതിന്റെ പറയുന്ന പേരാണ് എന്ത്? മിസാൽ എന്നാണ് പറയുക. അത്തരം ഫീലുകൾക്ക് മിസാൽ എന്നാണ് പറയാറുള്ളത്. മിസാലാണ് ശരിത്തരം. 16-ാമത്തേത് അഹു ഹലറ അഹൂക്ക ഹസൻ എന്നായിരിക്കും അവിടെ ഉണ്ടാവും കേട്ടോ. അവിടെ ഒരു ലാം പോലെ ഉള്ളത്. പക്ഷേ ഹലറ അഹൂക്ക ഹസൻ മിസാലുള്ളിൽ അത് ബദലിന്റെ ഉദാഹരണമാണ്. കാരണം എന്താണ് അതിൽ പറയുന്നത്? നിന്റെ സഹോദരൻ വന്നു, പ്രസന്റായി. എന്തെന്ന്? ഹസൻ. അതിന്റെ സഹോദരൻ എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ സഹോദരന്മാരുണ്ടാവുമല്ലോ. അതിൽ ഹസനാണ് എന്തായത്? ഹാജരായത്. അപ്പോ ഈ പറഞ്ഞ ഉദാഹരണം ബദലിന്റെ ഉദാഹരണമാണ്. അപ്പൊ അതാണ് ശരി ഉത്തരം. 17-ാമത്തേത് ഹുറൂഫുൽ അത്ഫി തിസ്അത്തുൻ, 9 എണ്ണമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 18. ഹദ്ദിദ് അൽ ജുംലത്തല്ലത്തി തസ്തമിലു അലൽ ഫീലിൽ ലാസിമി മാ യലി. താഴെ കൊടുത്തതിൽ നിന്ന് പിന്നെ ലാസിമായ ഫീൽ ഉൾക്കൊള്ളുന്ന ജുംല സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. താഴെ പറയുന്ന ഫീലുകളെല്ലാം മുതഅദ്ദിയാണെന്ന് കാണാം. ബല്ലലൽ മത്തറുൽ അർള, എന്ത് ചെയ്തു? മഴ മണ്ണിനെ നനച്ചു, നനപ്പിച്ചു എന്നൊക്കെ പറയുന്ന. അതുപോലെ തൊവ അൽ ഖാദിമു അസൗബ, തൊവ അൽ ഖാദിമു അസൗബ, ഖാദിമു വസ്ത്രത്തെ ചുരുട്ടി. അക്കല തിഫ്ലു തുഫാഹത്ത, കുട്ടി ആപ്പിളിനെ തിന്നു, ആപ്പിള് തിന്നു. അപ്പൊ അതില് തഫത്തഹ എന്ന് പറയുന്നത് മാത്രമാണ് ലാസിമായിട്ടുള്ളത്. തഫത്തഹ എന്നാൽ പൂ വിടർന്നു. തഫത്തഹൽ സെഹറു, പൂ വിടർന്നു. നമ്മള് സാധാരണ പ്രയോഗിക്കുന്ന തന്ത്രമാണ് ആര് എന്തിനെ എന്ന് ചോദിച്ചു നോക്കിയാൽ അതിന് ഉത്തരം കിട്ടുന്നില്ല എങ്കിൽ അത് ലാസിമാണെന്ന് മനസ്സിലാക്കാം. അപ്പോ പൂ വിടർന്നു എന്ന് പറഞ്ഞാൽ വിടർന്നു എന്നതിനോട് ആരെ എന്തിനെ എന്ന് ചോദിക്കുമ്പോൾ ആരെ വിടർന്നു, എന്തിനെ വിടർന്നു, വേറെ സ്യൂട്ടബിൾ ആയ ചോദ്യം വരുന്നില്ല. അപ്പൊ മനസ്സിലാക്കുക അതെന്താണ്? ലാസിമാണ് എന്ന്. അപ്പോ ലാസിമായ ഫീൽ അതാണ്. മറ്റൊന്ന് 19-ാമത്തത് യൻഖസ്മുൽ ഫീൽ മുതഅദ്ദി ഇലാ അർബഅത്തി അഖ്സാമിൻ. ഒരു മുതഅദ്ദിയായ ഫീൽ 4 ഖിസ്മുകളായിട്ട്, ഇനങ്ങളായിട്ട് തിരിയുന്നുണ്ട്. 20 മദീദ് സുലാസി അൻവാഉൻ സലാസ. സുലാസി മദീദ് എന്തുണ്ട്? 4 ഇനങ്ങളുണ്ട്. അടുത്തത് യൻഖസിമുൽ ഫീലു മിൻ ഹൈസു സിഹ്ഹത്തു വൽ ഇലാലു ഇലാ ഖിസ്മൈനി എന്നുള്ളതാണ്. അതായത് ഒരു ഫീല് അതിന്റെ സിഹത്ത്, ഇല്ലത്താണോ സ്വഹീഹാണോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ അത് 2 വാരികളായിട്ട് മാറുന്നുണ്ട്. 22 യുർഫഉ അൽ മുസന്ന ബിൽ അൽഫി ബിജറി വയുജറു ബിൽ യാഇ എന്നുള്ളതാണ്. അപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ജാ അൽ ഗുലാമാനി നമ്മൾ പറയാം അല്ലെ. അപ്പൊ അവിടെ റഫിന്റെ അവസരമാണ്, ഫായിലിന്റെ സ്ഥാനത്താണ് ജായുടെ. അപ്പൊ അവിടെ ഗുലാമാനി എന്നുള്ളടത്ത് അലിഫ് കൊണ്ടാണ് റഫ് കൊടുക്കുന്നത്. അതുപോലെ യാ കൊണ്ടാണ് ജെറ് വരുന്നത്. ഇപ്പൊ എന്താ പറയാ, നളർത്തു ഇലൽ ഗുലാമൈനി എന്നൊക്കെ പറഞ്ഞിടത്ത് ഇല വന്നപ്പോ അവിടെ എന്താണ് ഈ ജെറ് കിട്ടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഗുലാമൈനി യാ കൊണ്ടാണ് ജെറ് കിട്ടുന്നത്. ഓക്കെ, അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ 23. ഇദാ ദഖലത്തിൽ അലിഫു വല്ലാമു അലാ ഇസ്മിൻ നക്കിറത്തിൻ ജഅൽതഹു മാരിഫത്തൻ. അതായത് ഒരു നെക്കിറയായ ഇസ്മിന്റെ മേലിൽ ഒരു അലിഫ് കടന്നാൽ അതെന്ത് ചെയ്യും? അത് മാരിഫയായിട്ട് മാറും. അപ്പൊ നെക്കിറയാണ് അടുത്ത് സൂട്ടബിൾ ആയത്. കാരണം നെക്കിറ നമുക്കറിയാം. അപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ദഹബ്തു ഇലാ ദാരിൻ, ഞാൻ ഏതോ ഒരു വീട്ടിലേക്ക് പോയി എന്ന് അർത്ഥം കിട്ടുക. ദാറ് പറയുമ്പോ അവിടെ നെക്കിറയാണ്, അപ്പൊ ഏത് വീട്ടിലേക്കും ആവാം. പക്ഷെ അവിടെ നമ്മൾ എന്താക്കിയാൽ ദഹബ്തു ഇല ദാരി, ആ ദാറ് എന്ന് ആദ്യം പറഞ്ഞതിലേക്ക് ഒരു അല്ലും കൂടി ഇട്ടെടുത്താലോ, അപ്പൊ അത് മാരിഫയായി മാറും അല്ലെ. നമ്മൾ ഇംഗ്ലീഷിൽ ദ എന്നൊക്കെ പറയുന്ന പോലെ. ഓക്കെ, അപ്പൊ അടുത്തത് 24. തുഖദ്ദറു അലാമാത്തുൽ ഇറാബി ഫി അവാഖിറിൽ അസ്മായി. ഇസ്മുകളുടെ അവസാനത്തിൽ ഇറാബിന്റെ അലാമത്തുകളൊക്കെ എന്ത് ചെയ്യും? തഖ്ദീർ ചെയ്യപ്പെടും. അതിന്റെ ഉത്തരമായിട്ട് കൊടുത്തത് മങ്കൂസ എന്നുള്ളതാണ്. അപ്പൊ അതിൽ നമ്മുടെ ഈ അവസാനത്തിലുള്ള ആൻസർ കീ നോക്കുമ്പോൾ അതിലും കൊടുത്തത് മങ്കൂസ എന്നുള്ളതാണ്. പക്ഷെ അതിന്റെ ശരി ഉത്തരം മഖ്സൂറ എന്നുള്ളതാണ്. കാരണം ഈ മങ്കൂസയില് സാധാരണ എന്താകാറുണ്ട്? എല്ലാ അവസരങ്ങളിലും തഖ്ദീർ ചെയ്യപ്പെടുന്നതല്ലല്ലോ. നസ്ബിന്റെ അവസരത്തിൽ അവിടെ നസ്ബ് ളാഹിറാകാറുണ്ട്. ഖാദി പോലെ
അവസാനത്തില് യാവും തൊട്ട് മുമ്പ് കസ്റത്തും ഉള്ള ഇസ്മുകൾക്കാണ് നമ്മൾ മങ്കൂസ എന്ന് പറയാ. ഇപ്പൊ ഖാദി എന്നൊക്കെ എന്ന പോലെ ഈ ഖാദി എന്നൊക്കെ പറയുന്ന ഉദാഹരണത്തില് ഉം ജാ അൽ ഖാദി അവിടെ മുഖദ്ദറത്താണ്. ഉം ഉം പിന്നെ മറർത്തു ബിൽ ഖാദി എന്ന് പറഞ്ഞുകൊടുത്ത് അവിടെയും മുഖദ്ദറത്താണ്. പക്ഷെ റഅയ്തുൽ ഖാദിയ എന്ന് പറഞ്ഞുകൊടുത്ത് അവിടെ നിസ്ബ എന്താവാറുണ്ട്, ലാഹിറാവാറുണ്ട്. അപ്പൊ അത് മുഖദ്ദറത്തല്ല. അതേസമയം പൂർണ്ണമായും മുഖദ്ദറത്തായിട്ട് വരുന്നത് മക്കുസൂറയുടെ ഇസ്മുകളിലാണ്. മക്കുസൂറയുടെ ഇസ്മുകൾ എന്ന് പറഞ്ഞാൽ ലാസിമായ അലിഫ് അവസാനത്തിൽ വരുന്ന തരത്തിലുള്ള ഹുദാ ഒക്കെ പോലെയുള്ള ഫത, ഹുദാ, ഫത. ജാ അൽ ഫത, റഅയ്തുൽ ഫത, മറർത്തു ബിൽ ഫത. അത് ഏത് അവസരത്തിലും മഫൂലിന്റെ സ്ഥാനത്ത് വന്നാലും മജ്റൂറിന്റെ സ്ഥാനത്തായാലും അതുപോലെ ഫായിലിന്റെ സ്ഥാനത്തായാലും ഒക്കെ എല്ലാ തരത്തിലും അതിന്റെ ഇറാബുകളൊക്കെ മുഖദ്ദറത്തായിരിക്കും. പക്ഷെ ഇതിൽ കൊടുത്ത ഉത്തരം മങ്കുസ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് സംഗതി തെറ്റാണ്. പക്ഷെ പണ്ട് പറഞ്ഞൊരു ചർച്ച ഉണ്ട് അവിടെ. ചിലപ്പോ ഇതിൽ തെറ്റി വന്നിട്ടുണ്ടെങ്കിലും മാർക്കിടുന്ന ആളുകൾ പിന്നെ ഇതേ പ്രകാരം ഇതിൽ കൊടുത്തതുപോലെ അങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ അപ്പൊ ചിലപ്പോ ഈ തെറ്റന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നും തോന്നും. ഓക്കെ, 25 തുഹദഫു നൂനുൽ മുസന്ന ഇന്ദ അൽ ഇളാഫത്തി. മുസന്നയുടെ നൂൻ എന്ത് ചെയ്യും, കളയപ്പെടും എപ്പോ, ഇളാഫത്തിന്റെ അവസരത്തിൽ. അത് ശരിയാണല്ലോ. അപ്പോ ഇളാഫത്താണ് അവിടുത്തെ ശരി ഉത്തരം കേട്ടോ. കാരണം ഇളാഫത്ത് ചെയ്യുന്ന സമയത്ത് നൂന് പോവാറുണ്ടല്ലോ. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് സെയ്ദിന്റെ 2 പേനകൾ എന്ന് പറയാം. 2 പേന കലമാനി എന്നല്ലേ പറയാ. പക്ഷെ ഇളാഫത്ത് ചെയ്യുമ്പോൾ കലമാ സെയ്ദിൻ എന്നാ പറയാ, സെയ്ദിന്റെ 2 പേനകൾ. അപ്പൊ ഇളാഫത്താണ് ശരി ഉത്തരം. 26 അന്തുമാ വമീറുൻ ഖാസത്തുൻ ബിറഫി. അന്തുമാ എന്നുള്ളത് റഫ് കൊണ്ട് ഖാസാക്കപ്പെട്ട വമീറാണ്. കാരണം അത് സാധാരണ വരുന്നത് റഫിന്റെ സ്ഥാനത്താണ്. അന്തുമാ മുദരിസത്താനി എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ അവിടെ ഒരു മുബ്തദന്റെ സ്ഥാനത്തായിട്ടാണ് അത് വരുന്നത്. അതുപോലെ ഇസ്മുൽ ഫായിലു മിൻ അഅത. അഅത എന്നുള്ളതിന്റെ ഇസ്മു ഫായിൽ എന്താണ്, മുഅ്തിൻ എന്നുള്ളതാണ് അതിന്റെ ഇസ്മു ഫായിൽ. പിന്നെ 28ാമത്തെ ക്വസ്റ്റ്യൻ അഅത എന്നുള്ളതിന്റെ ഇസ്മു മഫൂൽ എന്താണ്, അത് മുഅ്ത എന്നുള്ളതാണ് അതിന്റെ ഇസ്മു ഫായിലായിട്ട് വരിക. പിന്നെ മുഅ്തൻ. ഇസ്മുൽ മഫൂലി മിൻ വഖ അല്ല വജ. വജ എന്ന് പറയുന്ന ഫീലിന്റെ ഇസ്മു ഫായിൽ എന്താണ്, വജ എന്നുള്ളതിന്റെ ഇസ്മു ഫായിൽ വാജിൻ എന്നുള്ളതാണ് വരുന്നത് കേട്ടോ. ഓക്കെ, 30ാമത്തെ ക്വസ്റ്റ്യൻ ഇസ്മുൽ ഫായിൽ മിൻ ഗസ. ഗസ എന്നുള്ളതിന്റെ ഫായിൽ എന്താണ്, ഗാസിൻ എന്നാണ് വരിക. പിന്നെ അൽ അഫ്ആലു ഡാഷ് അൻവായിൻ. ഫീലുകൾ എത്ര ഇനങ്ങളാകുന്നു. അൽ അഫ്ആലു അവിടെ സലാസു സലാസത്തൊക്കെ കൊടുത്ത് കാണാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ബാക്കിയാണ്. അവിടെ സലാസത്തു എന്നുള്ളതാണ് ശരിയാവുക. കാരണം ഈ നൗഇ എന്ന് പറയുന്നത് മുദക്കറാണ്. അപ്പോ അങ്ങനെ ആവുമ്പോ അടുത്തത് എന്താക്കണം, അതായത് മുഅന്നസാക്കി കൊണ്ടുവരണം. നേരത്തെ പറഞ്ഞ നിയമം ഉണ്ടല്ലോ, 3 മുതൽ 9 വരെയുള്ള എല്ലാ അക്കങ്ങളിലും അതതും അതും നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരിക. അപ്പൊ ഇവിടെ എന്താണ്, നൗഇ എന്ന് പറഞ്ഞ മുദക്കറല്ലേ, അതിന്റെ ജമ്മാണല്ലോ അൻവാ. അപ്പോ ഇവിടെ എന്താക്കണം, അതതിൽ മുഅന്നസായി കൊണ്ടുവരണം. അപ്പൊ സലാസത്തു എന്നുള്ളതാണ് അതിന്റെ ശരി ഉത്തരം. ഓക്കെ, ഇനി 32 മൻ അജാദ തഅലീഫ ഫീ ഇൽമിൻ നഹ്വി അവലൻ. ആദ്യമായി നഹ്വിന്റെ ഫന്നില് ഗ്രന്ഥരചനക്ക് നടത്തിയത് ഉഷാറാക്കിയത് ആരാണ്, സീബവൈഹിയാണ് അതിന്റെ ശരി ഉത്തരം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇസ്മുൽ മഫൂലി യുഅറബു ഹസ്ബൽ മൗദിഇ. 33ാമത്തെ ഉത്തരം ഇസ്മു മഫൂൽ എന്താണ്, അത് സാഹചര്യത്തിനനുസരിച്ചാണ് എന്തുണ്ടാവുക, അതിന് ഇറാബ് ഉണ്ടാവുക. ഓക്കെയാണ്. അതായത് ചിലപ്പോ ഇസ്മു മഫൂല് മുബ്തദന്റെ സ്ഥാനത്ത് വരാറുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ അൽ മുസ്തഷാറു മഹ്ബൂബുൻ. മുസ്തഷാർ എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെ കൂടിയാലോചിക്കപ്പെടുന്നവൻ മഫൂലാണല്ലോ. നമ്മൾ കൗൺസിലർ എന്ന് പറയും. ഇപ്പൊ കൗൺസിലർ മഹ്ബൂബാണ്, എല്ലാവരുടെയും ഇടയിൽ ആളുകൾക്ക് ഭയങ്കര പ്രിയനായ ആളാണ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ അൽ മുസ്തഷാറു മഹ്ബൂബുൻ എന്ന് പറഞ്ഞിടത്ത് അവിടെ മുബ്തദന്റെ സ്ഥാനത്ത് വന്നു. ചിലപ്പോൾ അത് എന്തായേക്കാം, ഖബറിന്റെ സ്ഥാനത്ത് വരാം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ അദ്ദർസു മഫ്ഹൂമുൻ. ചിലപ്പോൾ അത് മഫൂലിന്റെ സ്ഥാനത്ത് വന്നേക്കാം. റഅയ്തു അൽ മസ്ജൂന. അറസ്റ്റ് ചെയ്യപ്പെട്ടയാളെ ഞാൻ കണ്ടു. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ മഫ്മഫൂലുകളൊക്കെ ഇപ്പൊ എന്തായിരിക്കും, അവിടുത്തെ സാഹചര്യം അനുസരിച്ചാണ് ഇറാബുകൾ ഉണ്ടാവുക. ഇനി അടുത്ത 34 ഫീ കിതാബിക. ഫീ കിതാബിക എന്ന് പറഞ്ഞതിൽ ഹംസത്തു ഹറൂഫ് എന്നാണോ പറയേണ്ടത്, അതല്ല ഹുറൂഫുൻ കസീറ എന്നാണോ പറയേണ്ടത്, അല്ലെ ഹുറൂഫുൻ കസീറയിൽ ഏതാണ് വരിക.
അവിടെ നേരത്തെ പറഞ്ഞ നിയമം നോക്കിയാൽ മതി. ഉം, എന്ത് മതി? ഹംസത്തു ഹറുഫ് എന്നുള്ളതാണ് ശരിയാവുക. കാരണം ഹർഫ് എന്ന് പറയുന്നത് അത് മുദക്കറാണല്ലോ. അപ്പൊ അതിന്റെ ജമ്മാണ് ഹുറൂഫ്. അപ്പൊ എന്തായിരിക്കും? അതതും ഇവിടെ എന്തായിരിക്കണം? മുഅന്നസ് ആയിരിക്കണം. അപ്പൊ ഹംസത്തു അഹ്റുഫിൻ. ഇനി 35 ഫീല് ഡാഷ് ലഫീഫ് മഫ്റൂഖിൻ. താഴെ കൊടുത്തതിൽ ഏത് ഫീലാണ് ലഫീഫ് മഫ്റൂഖ്? നമ്മൾ നേരത്തെ മറ്റൊരു തരത്തിൽ പറഞ്ഞു, ആദ്യത്തിലും അവസാനത്തിലും ഇല്ലത്തിന്റെ അക്ഷരം വരുന്ന ഫീലുകൾക്കാണ് എന്ത് പറയാ? ലഫീഫ് മഫ്റൂഖ് എന്ന് പറയാം. അപ്പൊ ഇതിലെ വഖ എന്നുള്ളതാണ് അതിന്റെ ശരിയായ ഉത്തരം. ഓക്കെ. ഇനി അടുത്തത് ഫൗക്കൻ നെഹരി ഹാദിഹി. ഫൗക്കൻ നെഹരി എന്ന് പറയുന്ന ഉം, ഇത് അത് ഹാദിഹി ഷിബു ജുംല, ഇത് ഷിബു ജുംലയാണ്. ഫൗക്കൻ നെഹർ എന്ന് പറയുന്നത് ഷിബു ജുംലയാണ്. അതിന് സാധാരണ പറയാറുണ്ട് ഈ ഷിബു ജുംല എന്ന് പറഞ്ഞാൽ അതന്നെയാണ് ഏതാണ്ട് ഈ നഹ്വികളുടെ ഇസ്തിലാഹുകളുടെ ലർഫ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ഫൗക്കൻ നെഹർ എന്ന് പറയുന്നത് ലർഫാണല്ലോ, ഷിബു ജുംലയാണ്. 37 മിൻ ലമായിരി നസ്ബി, നസ്ബിന്റെ ലമീറുകളിൽ പെട്ടതാണ് എന്നുള്ളത്. ഇയ്യായ എന്ന് പറയുമ്പോൾ എന്നെ എന്നൊക്കെ അർത്ഥം വരിക. അപ്പൊ സാധാരണ ഇത്തരം ലമീറുകൾ മഫൂലിന്റെ സ്ഥാനത്തൊക്കെ പ്രയോഗിക്കുന്നിടത്താണ് പ്രയോഗിക്കാറുള്ളത്. അപ്പൊ അത് നസ്ബിന്റെ ലമീറുകളിൽ പെട്ടതാണ്. ഇനി അടുത്തത് 38 മിൻ ലമായിരി റഫ്ഇ, റഫ്ഇന്റെ ലമീറുകളിൽ പെട്ടതാണ് ഏത്? അൻതുന്ന എന്നുള്ളത്. കാരണം അതെപ്പോഴും നമ്മൾ പറയില്ല, പ്രോനൗണുകൾ രണ്ട് തരത്തിലുണ്ട്, സബ്ജക്റ്റീവ് പ്രോനൗണും ഒബ്ജക്റ്റീവ് പ്രോനൗണും. ഇപ്പൊ സാധാരണ അൻതുന്ന എന്നൊക്കെ പറയുന്നത് സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വരുന്ന പ്രോനൗണുകളാണ് അല്ലെ? അൻതുന്ന മുദരിസാത്തുൻ, നിങ്ങൾ പല സ്ത്രീകൾ അധ്യാപികമാരാകുന്നു. അപ്പൊ അൻതുന്നയുടെ വരുന്ന ഒരു പിന്നെ ഇതിന്റെ സ്ഥാനത്താണ്, സബ്ജക്റ്റിന്റെ സ്ഥാനത്താണ്. അപ്പൊ റഫിന്റെ ലമീറുകളിൽ പെട്ടതാണ്. ഇനി 39 മിൻ ലമായിരിൽ മുത്തസിലി, മുത്തസിലായ ലമീറിൽ പെട്ടതാണ്. താഴെ കൊടുത്തതെല്ലാം മുഫസിലായ ലമീറാണ്. ഏത് വെച്ച്? ഹു എന്നുള്ളത് വെച്ച്. ഹു എന്നുള്ളത് മുത്തസിലായ ലമീറാണ്. ഉദാഹരണം പറഞ്ഞാൽ ഏതുപോലെ? റഅയ്തുഹു, ഞാൻ അയാളെ കണ്ടു. അപ്പൊ ആ പറയുന്നതിൽ ഹു എന്ന് പറയുന്നത് മുത്തസിലായ ലമീറാണല്ലോ. ഇനി 40-ാമത്തെ ലമീറുൽ മുസ്തത്തിർ ഫീ ഫീലി ഇദ്രിബ്. ഇദ്രിബ് എന്നതിലെ മുസ്തത്തിറായ ലമീർ ഏതാണ്? മറിഞ്ഞെടുക്കുന്ന ലമീർ ഏതാണ്? ഇദ്രിബ് പോലെയുള്ള കൽപ്പനാക്രിയകളിലൊക്കെ അൻത എന്ന് പറയുന്ന ഒരു ലമീർ മുസ്തത്തിറായി കിടക്കുന്നുണ്ടാവും. ഇപ്പൊ ഇംഗ്ലീഷിലൊക്കെ അങ്ങനെ തന്നെ. നമ്മൾ ഒരാളോട് ഗോ ഔട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ സെത്തിൽ എന്തുണ്ട്? യു ഗോ ഔട്ട് എന്ന് പറയുന്നത് പോലെയാണ്. യു എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടാവില്ല അല്ലെ? പക്ഷെ എന്നാൽ അതിന്റെ ഉള്ളിൽ മറിഞ്ഞു കിടക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞ പോലെയാണ് എന്ത്? അറബിയിൽ വരുന്ന ഓരോ കൽപ്പനാക്രിയകളിലും ഒക്കെ ഇദ്രിബ് പോലെയുള്ള കൽപ്പനാക്രിയകളിലൊക്കെ അൻത എന്ന് പറയുന്ന ഒരു ലമീർ മറിഞ്ഞെടുക്കുന്നുണ്ട്. 41 ലമീറുൽ മുസ്തത്തിറു ഫീ ഇഖ്റ. ഇഖ്റ, സോറി, ഇഖ്റ എന്നല്ല, അഖ്റഉ. അഖ്റഉ എന്ന് പറയുന്നതിലെ മുസ്തത്തിറ ലമീർ ഏതാണ്? അഖ്റഉ എന്നതിലെ മുസ്തത്തിറ ലമീർ അന എന്നാണ്, ഞാൻ വായിക്കുന്നു. ഇനി 42 നാ ഫി ലറബന. ലറബന എന്ന് പറയുന്നതിൽ നാ എന്താണ്? അതേതാണ്? ഇപ്പോ സാധാരണ ഇടയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതേ ചോദ്യം കൊടുത്തതായി കണ്ടു. അങ്ങനെ ഒരാൾ സംശയമായിട്ട് ചോദിച്ചിരുന്നു. അപ്പൊ ഈ ലൊറബന എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ സർഫാക്കുന്ന സമയത്ത് പറയുന്ന ലൊറബിന എന്നല്ലേ എന്ന് വെച്ചിട്ട് അല്ല. ലൊറബിന എന്ന് പറയുന്നത് സാധാരണ തെക്കല്ലുമിന്റെ സമയത്ത് നമ്മൾ പറയുന്നതാണ്. ലൊറബത്തു ലൊറബിന, നമ്മൾ പല പുരുഷന്മാർ അല്ലെങ്കിൽ നമ്മൾ പലരായ ആളുകൾ എന്ത് അടിച്ചു എന്ന് പറയുന്നിടത്ത്. ഇവിടെ അതല്ല, ഇവിടെ ലൊറബന എന്നാണ്. ലൊറബന എന്ന് പറയുമ്പോൾ അയാൾ അടിച്ചു, ഞങ്ങളെ അടിച്ചു എന്നല്ലേ വരിക? ലൊറബന. അപ്പൊ ന എന്ന് പറയുന്ന ഇവിടെ ഇതിന്റെ സ്ഥാനത്താണ്, മഫൂലിന്റെ സ്ഥാനത്താണ്. അതാണ് ഇവിടെ കൊടുത്തത് മഫൂല് ബിഹി എന്ന് കൊടുത്തത്. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. മറ്റേത് ഏതാണ്? നമ്മൾ സർഫ ഞങ്ങൾ പല പുരുഷന്മാരടിച്ചു എന്ന് പറയുന്നത് ലൊറബത്തു ലൊറബിന എന്നാണ്. അതായത് ബായിന് സുക്കൂനാണ്, ഇവിടെ ബായിന് ഫത്താണ്. രണ്ടും തമ്മിൽ ചെറിയൊരു മാറ്റമേ ഉള്ളൂ. പക്ഷെ അത് മാറിപ്പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് പ്രത്യേകം അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഓക്കെ. ഇനി 10-ാമത്തെ ചോദ്യം എന്താണ്? മൻ വളഅ ഇൽമൻ നഹ്വി അവലൻ. ആദ്യമായി നെഹ്വിന്റെ ആ ഒരു ഇൽമിനെ ആദ്യമായി കൊണ്ടുവന്നത് ആരാണ്? അബുൽ അസ്വദ് ദുഅലി എന്ന് പറയുന്ന ആളാണ് കൊണ്ടുവന്നത്. അത് തന്നെയാണ് ശരിയുത്തരം. 44 ഫി അയ്യ അസ്റിൻ ഉദിയ ഇൽമുൻ നഹ്വി. ഇൽമുൻ നഹ്വി ഏത് കാലഘട്ടത്തിലാണ് വെക്കപ്പെട്ടത്? അപ്പൊ അതിന്റെ ഉത്തരം അൽ ഇസ്ലാമി എന്നുള്ള, ഇസ്ലാമിക കാലഘട്ടത്തിലാണ്, ജാഹിലിയ കാലഘട്ടത്തിലല്ല ഇൽമുൻ നഹ്വി വരുന്നത്. ഇസ്മുൽ മഫൂലി മിൻ അസ്സുയാന. സുയാനത്ത് എന്ന വാക്കിൽ നിന്ന് കിട്ടുന്ന മഫൂൽ എങ്ങനെയാ വരിക?
മസൂനുൻ എന്ന് പറയാം, സംരക്ഷിക്കപ്പെട്ടത്. ഇനി ലമീറു ഡാഷ് യകൂനു മറത്തൻ ഫി മഹല്ലി റഫീൻ, മറത്തൻ ഫി മഹല്ലി നസ്ബിൻ, മറത്തൻ ഫി മഹല്ലി ജറിൻ. ഇതിന്റെ മറ്റൊരു പൊസിഷൻ, മറ്റൊരു രൂപമാണ് നേരത്തെ ഞാൻ തൊട്ട് മുമ്പ് ലറബത്ത് ലറബിന എന്നുള്ളടത്ത് പറഞ്ഞത്. ഇതിലെ ഈ ന എന്ന് പറയുന്ന ലമീർ ഒരേ സമയം എന്താവാറുണ്ട്, റഫിന്റെ സ്ഥാനത്ത് വരാറുണ്ട്. റഫിന്റെ സ്ഥാനത്ത് വരുന്ന ഉദാഹരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഏത്? ലറബിന എന്ന് പറഞ്ഞപ്പോ റഫിന്റെ സ്ഥാനത്താണ്. ഞങ്ങൾ പല പുരുഷന്മാർ അടിച്ചു എന്നൊക്കെ പറയുന്നിടത്ത് അവിടെ ഇപ്പൊ ഒരു റഫിന്റെ സ്ഥാനത്താണ് വരുന്നത്. നെസ്ബിന്റെ സ്ഥാനത്തും വരും. നെസ്ബിന്റെ സ്ഥാനത്ത് വരുന്ന ഉദാഹരണം നേരത്തെ ഞാൻ ഉദാഹരണം കാണിച്ചതുപോലെ ലൊറബന, ബായിന് ഫത്തായിട്ട് ലൊറബന, അവിടെ പറയുമ്പോ എന്തായി, അയാൾ ഞങ്ങളെ അടിച്ചു എന്ന് വരിക. അപ്പൊ ഈ പറയുന്ന അവിടെ എന്തിന്റെ സ്ഥാനത്താണ്? മഫൂലിന്റെ സ്ഥാനത്താണ്. ജെറിന്റെ സ്ഥാനത്ത് വരുമോ? ജെറിന്റെ സ്ഥാനത്തും വരും ചിലപ്പോ. ഫീ എന്നതിനോടൊക്കെ കൂട്ടിയിട്ട് ചിലപ്പോ ഫീന എന്ന് പറയാറുണ്ട്. ഞങ്ങളിൽ, നമ്മളിൽ എന്നൊക്കെ പറയുന്നിടത്ത്. അപ്പൊ ഈ ന എന്ന് പറയുന്ന ഇവിടെ എന്താണ്? ഫീ എന്നുള്ളതിന്റെ മജ്റൂർ ആയിട്ടാണല്ലോ വരുന്നത്, അല്ലെ? നമ്മൾ പ്രത്യക്ഷത്തിൽ അതിന്റെ ഇത് കാണുന്നില്ല എങ്കിലും. അപ്പൊ അവിടെ ചിലപ്പോ ഒരേ സമയം എന്താണ്, ജെറിന്റെ സ്ഥാനത്തും നസ്ബിന്റെ സ്ഥാനത്തും റഫിന്റെ സ്ഥാനത്തും ഒക്കെ വരാൻ പറ്റിയ ഒരു ലമീറാണ് ന എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്തത് പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് എന്താ, 47 ഡാഷ് ഹുവൽ ഫീലുൽ ലദി യക്തഫി ബിറഫി ഫായിലിഹി ഔ നായിബി ഫായിലിഹി. ലാസിമായ ഫീലാണത്. ലാസിമായ ഫീലുകൾക്കാണ് അങ്ങനെ ഉണ്ടാവുക. ഓക്കെ. 48ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്, ലാസിം ഒരിക്കലും മഫൂലേക്ക് വിട്ടെടുക്കൂലല്ലോ, അതിലാകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. 48ാമത്തെ ഇഅ്റാബ് ഫിൽ ലുഗത്തി. ലുഗത്തിൽ ഇഅ്റാബ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇഅ്റാബിന്റെ അർത്ഥം ഇഫ്സാഹ്, ഇഫ്സാഹ് എന്നൊക്കെ പറഞ്ഞാൽ ഇബാറത്തിടുക, അറിയിക്കുക എന്നൊക്കെയാണ് അർത്ഥം വരിക. ഓക്കെ. 49ാമത്തെ ഹിന്ദി ഡാഷ് കലമാനി എന്നാണ് വരിക. ഹിന്ദി കലമാനി, എന്റെ അടുക്കൽ 2 പേനയുണ്ട് എന്ന് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതൊരു മുബ്തദ മുഅഖറിന്റെ ഒക്കെ സ്ഥാനത്താണല്ലോ. അപ്പൊ അതിന്റെ റഫ ഉണ്ടാവുക, പക്ഷെ ഈ റഫ് കാണുന്ന അലിഫ് ഉണ്ടായിരിക്കും, കാരണം അത് മുസന്നയാണ്. ഇനി 50ാമത്തെ തെൻവീനും. തെൻവീൻ അലാമത്തുൻ ഡാഷ്. ഇതൊക്കെ മിസ്റ്റേക്ക് ആണ്, കാരണം തെൻവീൻ എപ്പോഴും ഇസ്മിന്റെ അലാമത്തായിട്ട് പറയുന്നതാണ്. അൽഫിയിൽ പറയാറുണ്ട് അൽ ജർരി വത്തൻവീനി വന്നിദാ വഅൽ മുസ്നദുൻ ലിൽ ഇസ്മി തമ്മീസുൻ ഹസൻ. അപ്പൊ ഇസ്മിന്റെ അറിയാനുള്ള മാർഗങ്ങളായിട്ട് പറയുന്ന ഒന്നാണ് തെൻവീന്. അപ്പൊ അത് ഫീല് എന്നാണ് ഇതിൽ മിസ്റ്റേക്ക് ആയിട്ട് കൊടുത്തതായിരിക്കും. ഇതിന്റെ ആൻസർ കീയിലുള്ളത് യസ്മാ എന്നായിരിക്കും. ഓക്കെ. അത് വേറൊരു കുട്ടി ചെയ്തു തന്നു വിട്ടതാണ്, അപ്പൊ അതിൽ മിസ്റ്റേക്ക് ആയിരിക്കും. 51ാമത്തത് അഖ്രിജ് ഗൈറൽ ജുംലത്തിനും. ജുംല മുഫീദ അല്ലാത്ത ഒന്നിനെ ഇതിൽ എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിൽ പറയുന്നതെല്ലാം ഒരു മുഫീദായ ജുംല വരുന്നുണ്ട്. നീ പഠിക്കൂ എന്ന് പറഞ്ഞ ജുംല മുഫീദാണ്. നീ നിൽക്കൂ എന്ന് പറഞ്ഞ ജുംല മുഫീദാണ്. മുഹമ്മദ് ഇരുന്നു, അതും ജുംല മുഫീദാണ്. അതേസമയം മിനൽ മദ്രസ, മദ്രസയിൽ നിന്ന്, അത് മുഫീദായ ജുംല ആയിട്ടില്ല, പൂർണ്ണമായ ജുംല അല്ല. അപ്പൊ ഇതാണ് അതിന്റെ ചരിത്രം. ഓക്കെ. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഹിയ ലമീറു ഡാഷ്. ഹിയ എന്നുള്ളത് മുൻഫസിലായ ലമീറാണ്, ഈസിയാണ്. പിന്നെ 53 കലിമത്തു സ്വദീഖ് ഫി റക്കിബ സ്വദീഖി ജവാദൻ എന്ന് പറഞ്ഞിടത്തുള്ള എന്താണ്, സ്വദീഖ് എന്ന് പറയുന്ന പദം. ആ പദം എന്താണ്? സ്വദീഖ് എന്ന് പറയുമ്പോ എന്റെ സുഹൃത്ത് എന്നല്ല പറയുന്നത്. റക്കിബ സഞ്ചരിച്ചു, സ്വദീഖ് എന്റെ സുഹൃത്ത്, ജവാദൻ കുതിരപ്പുറത്ത് സഞ്ചരിച്ചു എന്ന് പറയുമ്പോ അവിടെ അത് മാരിഫ ആണെന്നാ പറയുന്നത്. കാരണം മാരിഫ ആവാനുള്ള കാരണങ്ങൾ പറയുന്നിടത്ത്, മാരിഫയുടെ ഇനങ്ങൾ പറയുന്നിടത്ത് പറയുന്ന ഒന്നാണ് ഇദാഫത്ത്. ഇദാഫത്ത് കൊണ്ടൊരു മാരിഫ കിട്ടും. അത് സ്വാഭാവികമാണല്ലോ, കാരണം നമ്മള് ഒരു സംഗതിയെ മറ്റൊന്നിലേക്ക് ചേർത്തി പറയുമ്പോൾ ആ സംഗതിക്ക് ഒരു തരത്തിലുള്ള പിന്നെ താരിഫ് കിട്ടാറുണ്ട്. ഇപ്പോ ഉദാഹരണം പറഞ്ഞാല് ഒരു പുസ്തകം ഇപ്പോൾ ആരിലേക്കും ചേർത്തി പറയാതിരിക്കുകയാണെങ്കിൽ ഏത് പുസ്തകവും ആരുടെ പുസ്തകവും ആവാം. പക്ഷെ അത് ഒരാളിലേക്ക് ചേർത്തി പറയുമ്പോൾ ടീച്ചറുടെ പുസ്തകം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്തു, പെട്ടെന്ന് ആളുകൾക്ക് അത് പിടികിട്ടും, ആളുകൾക്ക് മനസ്സിലാകും. അപ്പൊ അതിൽ മാരിഫ വരുന്നുണ്ട്. അപ്പൊ ഇലാഫത്ത് മാരിഫയുടെ ഒരു കാരണമാണ്. അപ്പൊ ഇവിടെ ഈ പറയുന്ന ഉദാഹരണത്തിലെ സ്വദീഖി എന്ന് പറയുന്നിടത്ത് എന്റെ സുഹൃത്ത്, അതായത് സ്വദീഖ് എന്ന് പറയുമ്പോൾ ഏതോ സുഹൃത്തിനെ ഉണ്ടാവും, നിക്കറാണ് വരിക. പക്ഷെ എന്റെ സുഹൃത്ത് എന്ന് പറഞ്ഞോട് കൂടെ തന്നെ എന്ത് ചെയ്തു, അതിൽ താരിഫ് വന്നു. അപ്പൊ അത് മാരിഫ ആണ് എന്നുള്ള, അതാണ് ഇതിന് മനസ്സിലാക്കേണ്ട പാഠം. 54ാമത്തേത് അൽ വാദി ഇസ്മു മങ്കൂസിൻ. മങ്കൂസായ ഇസ്മാണ്, അവസാന യാ തൊട്ട് മുമ്പുള്ളതിന് കസറും.
പിന്നെ മറ്റൊന്ന് എന്താണ് 55 മാക്കാന ഖാലിയ മിനൽ ഹംസി വത്തദീഫി തദീഫോ ഹംസയോ ഒന്നും ഇല്ലാത്ത തരത്തിലുള്ളതിന് സാലിം എന്നാണ് പറയുക. അപ്പൊ സാലിമാണ് ശരിയുത്തരം. 56 ജാ അഹൂക സാലിമുൻ. ഏം, ഇവിടെ എന്താണ് സാലിം എന്ന് പറയുന്ന ജുംലയിൽ ഏതാണ്? സാലിം ഇവിടെ എന്താണ്? സാലിം ഇവിടെ ബദലാണ്. കാരണം നിന്റെ സഹോദരൻ വന്നു, നിന്റെ സഹോദരൻ ആര്? സാലിം. എന്തെന്ന്? സാലിം. അപ്പൊ ഇവിടെ സാലിം എന്നതിൽ ബദലിന്റെ സ്ഥാനത്താണ്. കാരണം നിനക്ക് മൂന്നോ നാലോ സഹോദരന്മാരുണ്ടാവും, കൂട്ടത്തിൽ വന്നത് ആരാണ്? നിന്റെ സഹോദരനാണ്. അപ്പൊ എന്താണ്? 56 ബദലാണ് ശരി ഉത്തരം. 57 ഐന നശ സീബവഹി. സീബവഹി ജനിച്ചു വളർന്നത് എവിടെയാണ്? ബസറയിലാണ്. 58 58 അന്നഅതു നൗആനി ഹഖീഖിയ്യുൻ വസബബിയ്യുൻ. അത് ആണ് ശരി ഉത്തരം. 59 ഹുവ മാ കാനൽ ബദലു ജുസ്ഉം മിനൽ മുബദ്ദൽ മിൻഹു. ബദൽ എന്താ? മുബദ്ദൽ മിൻഹുവിന്റെ ഒരു ജുസ് ആയി മാറുക. അതിനാണ് ബദലുൽ ബഅദി മിനൽ കുല്ലി എന്ന് പറയുന്നത്. ബദലുൽ ബഅദി മിനൽ കുല്ലി. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? യഅമലു ഇസ്മുൽ ഫായിലി അമല ഫീലിഹി. അതാണ് അതിന്റെ ഉത്തരം കേട്ടോ. ഇസ്മു ഫായിൽ ചിലപ്പോൾ അതിന്റെ ഫീലിന്റെ അമൽ ചെയ്യാറുണ്ട്. 61 മസ്മൂൻ ഇസ്മു മഫ്ഊലുൻ മിൻ സമിയ. സമിയയിൽ നിന്നുള്ള ഇസ്മു മഫ്ഊലാണ് മസ്മൂൻ എന്നുള്ളത്. അപ്പൊ അതാണ് ശരി ഉത്തരം. 62 അൽ മഫ്ഊലു ഫീഹി യുഖാലു അൽ-ളർഫു അയ്ളൻ. മഫ്ഊലു ഫീഹി എപ്പോഴും ളർഫിന്റെ സ്ഥാനത്ത് തന്നെ ഉണ്ടാവുക. മഫ്ഊലു ഫീഹിന്റെ ഉദാഹരണങ്ങൾ എടുത്ത് വെക്കാൻ മതി. അപ്പൊ അതിലെന്തായിരിക്കും? ളർഫുകളാണ് എപ്പോഴും ഉണ്ടാവുക. പിന്നെ 68 മത്ത മബനിയുൻ ഫി മഹല്ലി നസ്ബിൻ അല അന്നഹു മഫ്ഊലു ഫീഹി. മത്ത എന്നുള്ളത് എന്താണ്? മഫ്ഊലു ഫീഹി എന്ന അടിസ്ഥാനത്തിൽ അത് നസ്ബിന്റെ മഹല്ലിൽ നസ്ബിന്റെ അടിസ്ഥാനത്തിലുള്ള മബനിയായ ഒരു സംഗതിയാണത്. അത് തെറ്റ് ശരിയാണ്. കാരണം മത്ത എന്നുള്ള എപ്പോഴും ളർഫു സമാനാണ്. അതെപ്പോഴും അങ്ങനെ തന്നെയാണ് ഈ പിന്നെ ഉണ്ടാവാറുള്ളത്. അത് കാരണം ഒരു ഇസ്തിഫാമിന്റെ ഇത് ഇസ്മു കൂടി ആയതുകൊണ്ട് സുക്കൂന്റെ മേൽ അങ്ങനെ മബനിയാക്കപ്പെട്ടതായിട്ട് മഹല്ലൽ നസ്ബ് കിട്ടിയിട്ട് ളർഫു സമാൻ എന്ന അടിസ്ഥാനത്തിൽ അങ്ങനെയാണ് അത് പ്രയോഗിക്കാറുള്ളത്. അതുകൊണ്ടാണ് മത്ത മബനിയുൻ ഫി മഹല്ലി നസ്ബിൻ. നസ്ബിന്റെ മഹല്ലിൽ നസ്ബ് കിട്ടിയതായിട്ട് എന്ന് പറയാനുള്ള കാരണം. ഓക്കെ. 69 ഇസ്മു അൽ ഫായിൽ ഇസ്മുൽ മൗഖൂദും മിമ്മാ വഖഅ മിൻഹു അൽ ഫീലു ഖാമ ബിഹി. ഏതെങ്കിലും ഒരു പ്രവൃത്തി ആരിൽ നിന്നാണോ ഉണ്ടായത്, അല്ലെങ്കിൽ ഏതിൽ നിന്നാണോ ഉണ്ടായത്, എന്ന് പറയുന്ന പേരാണ് ഇസ്മു ഫായിൽ. അല്ലെങ്കിൽ ഏത് പ്രവൃത്തി ചെയ്തയാൾ, അങ്ങനത്തെ ആൾക്ക് പറയുന്ന തരത്തിലുള്ള ഇസ്മുകൾക്കാണ് ഇസ്മു ഫായിൽ എന്ന് പറയുക. 70 ഇന്ദി സലാസൂന കിതാബൻ. ഇവിടെ പിന്നെ കിതാബൻ എന്നുള്ളതാണ് ഉത്തരം. ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെയുള്ള 3 മുതൽ 9 വരെയുള്ള മസലയല്ല ഉള്ളത്. ഇനി 71 ഫിൽ മസ്ജിദി അശറത്തു റിജാലിൻ എന്നുള്ളതാണ് ശരി ഉത്തരം. ഓക്കെ. പിന്നെന്താണ്? 72 അൽ ഇളാഫത്തു ഡാഷ് നവാനി. ഇളാഫത്ത് 2 ഇനങ്ങളാണുള്ളത്. പിന്നെ ഫഅാലുൻ ഇഖ്തർ മിമ്മ ഇഖ്തർ മാ ലാ യുവാഫിഖു. ചേരാത്തത് എന്ത് ചെയ്യാ? തെരഞ്ഞെടുക്കാനാണ്. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവുമല്ലോ, കൂട്ടത്തിൽ ചേരാത്തത്. അപ്പൊ ഈ പറയുന്നതിൽ ഫഅൽ എന്ന് വസ്നിലുള്ളതാണ് താഴെ കൊടുത്ത ഓരോ കെലിമത്തുകളും. സത്താർ ഫഅൽ വസ്നാണ്. അതുപോലെ അതിന്റെ താഴെയുള്ളത് ദയ്യാൻ, മന്നാൻ, ഇതൊക്കെ ഫഅൽ വസ്നാണ്. പക്ഷെ സബൂർ എന്തല്ല? ഫഅൽ വസ്നല്ല. അപ്പൊ അതാണ് അതിന്റെ ശരി ഉത്തരം. 74 ഇസ്മുൽ ഫീൽ മിമ്മാ ബൈനൽ ഖൗസൈൻ. താഴെ കൊടുത്തതിൽ ബ്രാക്കറ്റിനിടയിൽ നിന്ന് പിന്നെ ഏത് ഇസ്മു ഫീൽ തിരഞ്ഞെടുക്കാൻ ഉഫി എന്നുള്ളതാണ് അതിന്റെ ശരി ഉത്തരം. 75 ഡാഷ് അൽ മുഹന്ദിസൂൻ. അവിടെ ഉലായിക്ക എന്നുള്ളതാണ് യോജിക്കുക. അതാണ് അതിന്റെ ശരി ഉത്തരം. മക്കൂട്ടർ അവർ എന്താകുന്നു? എഞ്ചിനീയർമാരാകുന്നു. കാരണം ഹുന്ന എന്നുള്ള അവിടെ യോജിക്കൂല, അത് പെണ്ണായതുകൊണ്ട്. പിന്നെ ഹാദ എന്ന് പറഞ്ഞാൽ അത് യോജിക്കൂല, അത് തൊട്ടടുത്തുള്ള ഒരാളെ സംബന്ധിച്ചൊക്കെ പറയുന്നത് അതായത് കൊണ്ട്. ഹുമ എന്നുള്ളത് 2 പേരെ പറ്റിയാണല്ലോ, അപ്പൊ അതും അവിടെ സ്യൂട്ടബിൾ ആവൂല. പിന്നെ 76 തുസാവി അൽ അസ്മാഉൽ ഖംസത്തു ജമ്മുൽ മുദക്കരി സാലിമി അലാമത്തിൽ ജദ്ദി വറഫി. ജറിന്റെയും റഫിന്റെയും അവസരത്തിൽ ജമ്മു മുദക്കർ സാലിമും അതുപോലെ അസ്മാഉൽ ഖംസയും അസ്മാഉ സിത്ത ഇതെന്താണ്? ഇത് രണ്ടും സെയിം ആകുന്നു. അത് ശരി തന്നെയാണ്. കാരണം മുസ്ലിമൂന എന്നൊക്കെയല്ലേ ജമ്മു മുദക്കർ സാലിമാവ് ഉണ്ടാവുക. അപ്പോ വാവ് നൂന് കൊണ്ടാണ് റഫ് വരുന്നത്. ഇതേ രൂപത്തിൽ തന്നെയാണ് ഏകദേശം വാവ് കൊണ്ട് തന്നെയാണ് നമ്മൾ അസ്മാഉൽ ഖംസയിലും റഫും ജറും വരുന്നത്. അബൂക്ക എന്നൊക്കെ പറയുന്ന രൂപത്തിൽ ഇപ്പൊ അസ്മാഉൽ ഖംസയിൽ പെട്ടെന്നാണ് അബു എന്നുള്ളത്. ഇപ്പൊ
അവിടെ വാവ് കൊണ്ടാണല്ലോ റഫ് കിട്ടുന്നത് എന്ന പോലെ. ഇനി 77-ാമത്തത് ജാ ഡാഷ് ഹാമിദിൻ അംസി. അപ്പൊ അവിടെ അബു ഹാമിദിൻ എന്നുള്ളതാണ് യോജിക്കുന്നത്. അസ്മാഉൽ ഹംസയിൽപ്പെട്ടതാണ് അബു എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ അബു എന്നുള്ളത് എപ്പോഴും എന്തായിരിക്കണം, അടുത്തുള്ള ഒന്നിലേക്ക് ഇലാഫത്ത് ചെയ്തിട്ട് വരുന്ന സന്ദർഭത്തിൽ മാത്രമാണ് വാവ് കൊണ്ട് റഫ് കിട്ടുക എന്ന് പറയുന്ന സ്വഭാവം ഉണ്ടാവുക എന്നൊക്കെ നമ്മൾ നേരത്തെ അവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ജാ അബു ഹാമിദിൻ അംസി എന്നുള്ളതാണ് ശരി ഉത്തരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? 78. പിന്നെ ഇസ്മി അബ്ബാസുൻ, എന്റെ പേര് അബ്ബാസ് ആകുന്നു. അപ്പൊ ഇവിടെ അതില് ഇറാബിൽ യായി, അതിലെ യായിന്റെ ഇറാബ് എന്താണ്? മുലാഫിൽ യാണ്. കാരണം എന്റെ പേര് എന്ന് പറഞ്ഞാൽ ഇസ്മിലേക്ക് ഇലാഫത്ത് ചെയ്തിട്ടുണ്ട് അല്ലെ, ഈ യുക്കായത്തിന്റെ ഒരു യായിനെ. അപ്പൊ എന്താണ് ഇസ്മി എന്ന് പറയുമ്പോ എന്റെ പേര്, യാ ഇവിടെ എന്താ? മുലാഫിൽ യാണ്. ഇനി 79 കുല്ലുൻ നാസി ഉമ്മത്തുൻ വാഹിദ, സോറി കാനൻ നാസു ഉമ്മത്തൻ വാഹിദത്തൻ. അവിടെ അപ്പോ ഇറാബു വാഹിദ് എന്നുള്ളതിന്റെ ഇറാബ് എന്താണ്? വാഹിദ് എന്നുള്ള അവിടെ എന്താണ്? നയത്താണ്. കാരണം ആളുകൾ മുഴുവൻ ഒറ്റ ഉമ്മത്തായിരുന്നു എന്ന് പറയുന്നിടത്ത് ഉമ്മത്തൻ എന്നുള്ളത് കാനന്റെ ഖബറാണ്. കാനന്റെ ഖബർ എന്തായിരിക്കും? അതിനെപ്പോൾ നസ്ബാണ് ഉണ്ടാവുക. കാനല്ലാഹു ഗഫൂറൻ എന്ന് പറയുന്ന ആയത്തോർത്തച്ചാൽ മതി. അപ്പൊ അള്ളാഹു ഖാന്റെ ഇസ്മ, ഗഫൂർ എന്നുള്ളത് ഖാന്റെ ഖബർ. ഖാന്റെ ഖബർ എന്താണ്? അവിടെ നസ്ബല്ലുള്ളത്. അപ്പൊ എന്നതുപോലെ കാനൻ നാസു ഉമ്മത്തൻ എന്നാണ് ഉണ്ടായിരുന്നത്. ഈ ഉമ്മത്തിന്റെ സിഫത്താണ് ഏത്? വായത്ത്, ഒറ്റ ഉമ്മത്തായിരുന്നു. അപ്പൊ വായത്ത് സിഫത്ത് എപ്പോഴും മൗസൂഫിനോട് താബിയായിട്ടാണ് അതിന്റെ ഇറാബ് ഉണ്ടാവുക നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോ ഇവിടെ ഉമ്മത്ത് എന്നുള്ളതിന്റെ ഇറാബ് തന്നെയാണ് വായത്തിനുണ്ടാവുക. അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറഞ്ഞത്? വായത്തിന്റെ ഇറാബ് ഇവിടെ നയത്താണ് അഥവാ സിഫത്താണ് എന്ന്. 80 മലഅത്തിൽ മാൻ, ഇവിടെ മാ എന്നുള്ളതിന്റെ ഇറാബ് എന്താണ്? തെമ്മീസാണ്. അത് സിമ്പിളാണ്. കപ്പ് നിറഞ്ഞു വെള്ളത്താൽ. അപ്പൊ എന്താണ്? തെമ്മീസാണ്. അർത്ഥം വെച്ച് നോക്കുമ്പോൾ അതിന് കിട്ടും. 81 റുബാഇ ഹുവ മാകാന ഹുറൂഫുഹു അൽ അസ്ലിയത്തു അർബഅത്തൻ. അതാണ് അതിന്റെ ശരിയുത്തരം. അത് അസ്ലിയായ അക്ഷരങ്ങൾ 4 ഉള്ളതിനാണ് നമ്മൾ റുബാഇ എന്ന് പറയുക. 82 അൽ മുമർരിദാത്തു റാജിഅത്തുൻ ഇല ബുയൂത്തിൻ. അവിടെ ഉള്ള ലമീർ ഏതാണ് സൂട്ടാവാന്ന് ചോദിക്കുന്നത്. അപ്പൊ ലമീർ സൂട്ടാവുന്ന അവിടെ ഹുന്നയാണ്. കാരണം അവർ പല സ്ത്രീകൾ എന്ന് യോജിക്കുന്ന ലമീറാണ് അവിടെ സൂട്ടബിൾ ആവുക. അത് ഹുന്നയാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ 83 ഹാദാ കിതാബു എന്നിട്ട് അവിടെ ഭാഗമാണുള്ളത്. പിന്നെ കിതാബ് മുഹമ്മദിൻ എന്ന് പറയും, ഇത് മുഹമ്മദിന്റെ കിതാബാകുന്നു എന്ന് പറയുമ്പോ അൽ മുലാഫ് ഫിൽ ജുംലത്തി, ഇതിന്റെ മുലാഫ് ഏതാണ്? മുലാഫ് എന്ന് പറഞ്ഞാൽ അവിടെ ആദ്യം പറഞ്ഞായിരിക്കും, ശേഷം വരുന്നതാണ് മുലാഫിലേക്ക്. അപ്പൊ കിതാബു മുഹമ്മദിൻ, കിതാബ് എന്നുള്ളതാണ് അവിടെ എന്ത്? മുലാഫ് അല്ലെ, മുഹമ്മദിന്റെ കിതാബ്. കിതാബ് എന്നുള്ള ആദ്യം വരും. ഹാദാ കിതാബു മുഹമ്മദിൻ. പിന്നെ 84 അബ്ബാസ് ഖദീമത്ത് മദർസത്ത് ജിദ്ദൻ. ഇതിനെ എന്താണ്? ഓർഡറിലാക്കിയിട്ട് അർത്ഥം പൂർണ്ണമാകുന്ന രൂപത്തിൽ തർത്തീബാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മദ്രസത്തു അബ്ബാസിൻ ഖദീമത്തുൻ ജിദ്ദൻ എന്നതാണ് അതിൽ സൂട്ടബിൾ ആയ ഓർഡർ. അഥവാ അബ്ബാസിന്റെ മദ്രസ വളരെ പഴക്കം ചെന്നതാണ് എന്നാണ് അതിന്റെ മറുപടി. 85 ഹുറൂഫുൽ ഇല്ലത്തി സലാസത്തുൻ അല്ലെ, അലിഫ് വാവ് യാ അങ്ങനെ 3 അതാണ് ശരി ഉത്തരം. 86 അശരിക്കാത്തു ഗൈറു ഡാഷ് അൽ ഹുക്കൂമിയ എന്നാണോ വരിക? ഹുക്കൂമിയ എന്നാണോ വരിക? ഹാക്കിമത്ത് എന്നാണോ വരിക? അപ്പൊ അതിന്റെ ശരി ഉത്തരം അൽ ഹുക്കൂമിയ എന്നാണ് അതിന്റെ ശരി ഉത്തരം വരിക. 87 ഖലഖല്ലാഹു സമാവാത്തി മാ ഇറാബു സമാവാത്തി. സമാവാത്തിയുടെ ഇറാബ് എന്താണ്? അത് സംശയം വരാൻ ചാൻസ് ഉള്ള ഒരു ഇടമായതുകൊണ്ടാണ് അതെന്നെ ചോദിച്ചത്. അപ്പോ കാരണം എന്താണെന്ന് വെച്ചാൽ സമാവാത്ത് എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ പിന്നെ ജമ്മു മുഅന്നസ് സാലിമാണ്. ജമ്മു മുഅന്നസ് സാലിമില് സാധാരണ ഈ നസ്ബ് വരുന്ന സാഹചര്യങ്ങൾ വരുന്നിടത്ത് കെസ്റത്ത് കൊണ്ടാണ് അവിടെ നസ്ബ് കാണുക. ഖലഖല്ലാഹു സമാവാത്തി എന്നല്ലേ ഉള്ളത്. നസ്ബ് സാധാരണ നമുക്ക് ഫത്ഹത്തിന്റെ ഇത് കൊടുത്തിട്ടല്ല ശീലിച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ ഒരു ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ തന്നെ ചോദിച്ചത്. ഇപ്പൊ ഈ സമാവാത്തി എന്ന് നമ്മൾ വായിക്കുകയും ചെയ്യുന്നു, പക്ഷെ അതിന്റെ ഇറാബ് നസ്ബാണ് ഇതാണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി 19-ാമത്തത്, സോറി 88-ാമത്തത് അസുലാസി അൽ മുജറദ് ലഹു സിത്തത്ത് അബുവാബിൻ. സുലാസി മുജറദിന് 6 ബാബാണുള്ളത്. 89 കാനത്ത് ഫാത്തിമത്തു വ ഖദീജത്തു ഡാഷ് ഫിൽ ജാമിയത്തി. ത്വാലിബാത്ത് എന്നോ ത്വാലിബൈനി എന്നോ ത്വാലിബാനി ഏതാ ഉണ്ടാവാൻ?
അവിടെ സൂട്ടബിൾ ആയത് ത്വാലിബത്തൈനി എന്നുള്ളതാണ്. കാരണം കാനത്ത് എന്ന് പറയുമ്പോൾ കാനിന്റെ ഇസ്മ കഴിഞ്ഞ് ഖബറാണ് വരേണ്ടത്. ഖബറിന് എപ്പോഴും നെസ്ബാണ് ഉണ്ടാവുക. പക്ഷെ ഇവിടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ മുസന്നയാണ്. മുസന്നയാകുമ്പോൾ നെസ്ബ് എങ്ങനെയാണ് ഉണ്ടാവുക? മുസന്നയുടെ നെസ്ബ് യാവിനൂന് അല്ല ഉണ്ടാവുക. അപ്പോ ത്വാലിബത്തൈനി എന്നുള്ളതാണ് അതിന്റെ ശരി ഉത്തരം. ത്വാലിബൈനി എന്നാവാൻ പറ്റൂല, കാരണം ത്വാലിബൈനി എന്നുള്ള മുദക്കറിന്റെ ആണല്ലോ. ഫാത്തിമയും ഖദീജയും മുന്നസ് ആയതുകൊണ്ട് ത്വാലിബത്തൈനി എന്നുള്ളതാണ് ശരി ഉത്തരം. 90-ാമത്തേത് അൻവർ വഖാസിം. അവിടെ എദുറുസാനി എന്നോ എദുറുസു എന്നോ ഏതാ വേണ്ടത് എന്നുള്ള. അപ്പൊ എദുറുസാനി എന്നുള്ളതാണ്, സിമ്പിൾ ആണ്. 91 ഹനാൻ വലതുൻ അതെ, നഅ്തൻ മുനാസിബൻ ഫിൽ ഫറാഗി. വിട്ട ഭാഗത്ത് സ്യൂട്ടബിൾ ആയ സിഫത്ത് അഥവാ നഅ്ത്ത് കൂട്ടിച്ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ വലതുൻ മാഹിറത്തുൻ പറയില്ല, കാരണം മാഹിറത്തുൽ മുഅന്നസിന്റെ സിഫത്താണല്ലോ. പിന്നെ മുസിന്നു എന്ന് പറയാൻ പറ്റൂല, കാരണം കുട്ടിയാണ്. അപ്പൊ കുട്ടി പ്രായം ചെന്ന ആളാവില്ലല്ലോ. അപ്പൊ മുസിന്നെ പ്രായം ചെന്ന ആളിന് അർത്ഥം. അപ്പൊ അത് ശരിയല്ല. പിന്നെ വലതുൻ മുഹന്ദിസ് എന്ന് പറയാൻ അതും കഴിയില്ല, കാരണം കുട്ടി ഒരിക്കലും ഒരു എഞ്ചിനീയർ ഒക്കെ ആവാൻ നടക്കൂല. അപ്പൊ പിന്നെ സൂട്ടബിൾ ആയ അവിടെ സിഫത്ത് ദഖി എന്നുള്ളതാണ്. അഥവാ ഈ ഹനാൻ എന്ന് പറയുന്ന കുട്ടി വളരെ സ്മാർട്ടായ നല്ല പിന്നെ ഇന്റലിജന്റ് ആയ ഒരു കുട്ടിയാണ്. അപ്പൊ അതാണ് സൂട്ടബിൾ ആയ അവിടുത്തെ സിഫത്ത്. 92 ദഹബ ഡാഷ് ഇലാ ദുബായ്. അയാൾ പോയി, ദുബൈയിലേക്ക് പോയി. അവിടെ ദഹബ എന്ന് കഴിഞ്ഞിട്ട് ഫായിലായിട്ട് എന്ത് കൊടുക്കണം? ആമിലാത്ത് എന്നില്ല, അതൊരിക്കലും വരൂല, കാരണം തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചാണല്ലോ. അപ്പൊ അത് ശരിയല്ല. ഉമ്മാല് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുമോ? അതും പറ്റൂല. പിന്നെ ഏതാണ്? ഉമ്മാലൂൻ, അതുമല്ല ശരിയുത്തരം. പിന്നെ ഏതാ ശരിയുത്തരം? ശരിയുത്തരം അവിടെ അൽ ഉമ്മാലു എന്നുള്ളതാണ്. അപ്പൊ ആദ്യം പറഞ്ഞോടത്ത് എന്തായിരിക്കും? ഉമ്മാല എന്നുള്ളത്. അതെ, ലാമിന് ഫത്തഹായിട്ടാണുള്ളത്. പറ്റൂലല്ലോ, കാരണം അത് ഫായിലാണ്. ഫായിലിന് റഫ് വരണല്ലോ. അപ്പോ ഈ പറഞ്ഞ ഡി ആണ് എന്റെ ശരി ഉത്തരം. ഓക്കെ. 93 ലാ യൂറബു ഡാഷ് ബിൽ ജസ്മി. അസ്മാ ആണ്. ലാ യൂറബുൽ അസ്മാഉ ബിൽ ജസ്മി. കാരണം ഇസ്മുകളിൽ ഒരിക്കലും ജസ്മ് ഉണ്ടാവുമല്ലോ. ജസ്മ് ഫീലുകൾക്ക് മാത്രം ഖാസ്വായ, അതിന് മാത്രം പ്രത്യേകപ്പെട്ട ഒന്നാണ്. ഇസ്മുകളിൽ ഒരിക്കലും ജസ്മ് വരൂല. അപ്പോ ചില പേരുകളുടെ അവസാനത്തിൽ വരുന്ന സുക്കൂന് അത് ജസ്മല്ല. ഇപ്പോ ഉദാഹരണം പറഞ്ഞാൽ സാലിം എന്നൊക്കെ പറയുമ്പോൾ അവസാനം ഒരു സുക്കൂന് കാണുന്നുണ്ടല്ലോ, അത് വഖഫിന്റെ സമയത്ത് വരുന്ന സുക്കൂനാണ്, അല്ലാതെ ജസ്മല്ല അത്. ഈ 94 അവിടെ അഹ്സന എന്ന് പറഞ്ഞിടത്താൽ അർഫുൽ മസീദ് ഫി, അതിലെ മസീദ് ഫി ആയ അർഫ് ഏതാണ്? മസീദ് ഫി ആയ അർഫ് അവിടെ ഹംസയാണ്. അഹ്സന എന്ന് പറഞ്ഞിടത്ത് ഹസുന എന്നുള്ളതാണ് അതിന്റെ അസ്ലിയായ അക്ഷരങ്ങൾ വരുന്ന. ഹാവ്, സീന്, നൂന് എന്നിവയാണ്. അതിൽ ഹംസ എന്താണ്? സായിദായിട്ട് വന്നതാണ്. 95 ഇഖ്തർ അൽ ഫീൽ അജ്വഫ് മിനൽ ആത്തിയത്തി. താഴെ കൊടുത്തതിൽ നിന്ന് അജ്വഫ് ആയ ഫീൽ ഏതാണെന്ന് തിരഞ്ഞെടുക്കാനാണ്. അജ്വഫ് എന്ന് പറഞ്ഞാൽ നടുവിലെ അക്ഷരം മാത്രം ഇല്ലത്തിന്റെ അക്ഷരമായി വരുന്ന ഫീലാണല്ലോ. അപ്പൊ അത് ഇതില് നാമ എന്നുള്ളത് മാത്രമാണ്, കാരണം നടുവിൽ അലിഫുണ്ട്. 96 ഖസിയ എന്ന് പറയുന്ന ഫീൽ ഏതാണ്? ഖസിയ നാഖിസായ ഫീലാണ്, കാരണം നാഖിസായ ഫീൽ എന്ന് പറഞ്ഞാല് അവസാനത്തെ അക്ഷരം ഇല്ലത്തിന്റെ അക്ഷരം വരുന്നതാണ്. അപ്പൊ അത് ഇതില് ഖഷിയ എന്ന് പറഞ്ഞാൽ അവസാനത്തെ അക്ഷരം യാ ആണല്ലോ. അപ്പൊ യാ ഇല്ലത്തിന്റെ അക്ഷരത്തിൽ പെട്ടതാണല്ലോ. അപ്പൊ അത് നാഖിസിന്റെ ഉദാഹരണമാണ്. 97 ഇദൻ മിൻ അദവാത്തി അൻ നസ്ബി. നസ്ബിന്റെ അദാത്താണ്, കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് അൻ, ലൻ, കൈ, ഇദൻ. ഈ പറയുന്ന നാലും എന്താണ്? നെസ്ബ് കൊടുക്കുന്ന, മുളാരിയായ ഫീൽ നെസ്ബ് കൊടുക്കുന്ന അദാത്തുകളിൽ പെട്ടതാണ് എന്ന്. ഓക്കെ. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ. അർസലനി അബി ഇലൽ മദീനത്തി അൽ മഫൂൽ ബിഹി ഫിൽ ജുംലത്തി. ഇതിലെ മുകളിൽ കൊടുത്ത ജുംലയിൽ മഫൂൽ ബിഹി ഏതാണെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അർത്ഥം നോക്കുക. അർസലനി, എന്നെ അയച്ചു, അബി എന്റെ വാപ്പ, ഇലൽ മദീനത്തി ടൗണിൽ. ഈ പറഞ്ഞ ഉദാഹരണം നോക്കൂ. ഇപ്പോ എന്നെ അയച്ചു എന്നല്ലേ പറയുന്നത്. അപ്പൊ എന്നെ അയച്ചു പറയുമ്പോ ഈ എന്താണ്? ഇവിടെ മഫൂലാണ്. പിന്നെ 99 ഖറജത് തുല്ലാബു ബഹ്സൻ അനിൽ മൗദൂഇ. വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ, അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾ പുറപ്പെട്ടു. അപ്പൊ ബഹ്സൻ എന്ന് പറയുന്ന ഇറാബ് ഇവിടെ എന്താണ്? ബഹ്സൻ എന്നാൽ മഫൂൽ ലി അജ്ലിഹി ആണ്, കാരണം അന്വേഷിക്കാൻ വേണ്ടി എന്നാണ് അവിടെ അർത്ഥം വരുന്നത്. മഫൂൽ ലി അജ്ലിഹി ആണല്ലോ. മഫൂൽ ലി അജ്ലിഹി എന്ന് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ എന്തെങ്കിലും ഒരു കാരണത്തിന് വേണ്ടി എന്ന് വരുന്ന അങ്ങനെയുള്ള മഫൂലുകൾക്കാണ് മഫൂൽ അജ്ലിഹി എന്ന് പറയാം. അവസാനത്തെ ക്വസ്റ്റ്യൻ അൽ മുസന്ന യുൻസബു ബിലിയായി. മുസന്നന്റെ ഇറാബ് നെസ്ബ് കിട്ടുന്നത് യാവ് കൊണ്ടാണ്. നേരത്തെ പറഞ്ഞ ഉദാഹരണം പറഞ്ഞല്ലോ.
നദർ റഅയ്തു അൽ ഖലമൈനി എന്ന് പറയുമ്പോൾ റഅയ്തു ഞാൻ കണ്ടു അൽ ഖലമൈനി രണ്ട് പേനകൾ ഞാൻ കണ്ടു. അപ്പൊ അവിടെ ഖലമൈനി എന്ന് വരുന്നത് മഫൂലിന്റെ സ്ഥാനത്താണല്ലോ. ഞാൻ കണ്ടു, എന്തിനെ കണ്ടു? രണ്ട് പേനകളെ കണ്ടു. അപ്പൊ അവിടെ നെസ്ബ് കൊടുക്കണം. നെസ്ബ് എങ്ങനെയാ കൊടുക്കുക? മുസന്ന ആയതുകൊണ്ട് നെസ്ബ് കൊടുക്കല് യാ കൊണ്ടാണ്. അതാണ് അവിടെ കൊടുത്താൽ മുസന്ന യുൻസബു ബിൽ യായി. ഇൻഷാ അല്ലാഹ് ഇതിൽ പറഞ്ഞ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ടുകളോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അഫ്സൽ ഉലമയുടെ ഫസ്റ്റ് സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ, അതിലും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.